Hi guys, welcome back to my drama explainer. ഹേറാൻ വന്ന് അത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കി പോയിട്ടും ദൊങ്മാനൊന്നും സംസാരിക്കാത്ത കണ്ട് ഏറയ്ക്ക് നന്നായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് കാണിച്ചുകൊണ്ടായിരുന്നല്ലോ 4ാമത്തെ എപ്പിസോഡ് തീർന്നു പോയെ. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്നാണ് 5ാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹേറാൻ വന്നിട്ട് പോകുന്നത് ദൊങ്മാനും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അവന് നല്ല ദേഷ്യത്തിലാണ്. ഏറെയാണേലോ അവിടെ അത്ര വലിയൊരു അടി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. എന്നിട്ടൊന്നും മിണ്ടാത്ത നിന്നേക്കുവാ കോന്തൻ. അവന് വേണ്ടിയല്ല ഞാൻ അവിടെ കിടന്ന് അടി ഉണ്ടാക്കിയേ എന്നൊക്കെ ദൊങ്മാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്താണ് അവൾ ഫോണിൽ ഒരു വീഡിയോ കാണുന്നത്. ദൊങ്മാൻ തക്സുവിനെ അടിച്ച വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ ആണ് അവൾ ഇപ്പൊ കാണുന്നത്. ആ വീഡിയോ കണ്ട് ഇതൊക്കെ എപ്പോ സംഭവിച്ചു എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഇവിടെ കോച്ച് ദൊങ്മാനോട് സംസാരിക്കുവാണ്. ഇന്ന് നിന്റെ ട്രെയിനിങ്ങിലെ ഫസ്റ്റ് ഡേ അല്ലേ, നീ റെഡിയാണോ എന്നൊക്കെ വളരെ പതുക്കെ സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട് ദൊങ്മാൻ ഇതെന്തു പറ്റി, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. നിനക്കത് പറയാം, ആ മൈക്ക് പിടിച്ച് നടക്കുന്ന സൈക്കോ ഇവിടെ അല്ലേ താമസിക്കുന്നേ. അവളെങ്ങാൻ എന്നെ കണ്ടാൽ നിന്നെ മാർഷൽ ആർട്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് അവൾ എന്നെ കൊല്ലാക്കൊല ചെയ്യും എന്ന് കോച്ച് പറയുന്നതും അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അവളെ കാണുന്നതും അയ്യോ ദോണ്ടെ ആ ലൗഡ് സ്പീക്കർ വരുന്നു, അവളെങ്ങാൻ എന്നെ കണ്ട പിന്നെ എന്റെ കാര്യം തീർന്ന് എന്നും പറഞ്ഞ് കോച്ച് ഒളിക്കാൻ നോക്കുവാണ്. നേരെ വന്ന ആ വീഡിയോ കാണിച്ചു ദൊങ്മാനോട് ഇന്നലെ രാത്രി മുഴുവൻ എല്ലാവരും ഈ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ അടിച്ചു എന്നുള്ള കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നേ എന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഞാൻ ഇന്നലെ നൈറ്റേ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ടൂർണമെന്റിൽ ചേരാൻ പോകുവാണെന്ന്, നീ അത് തമാശയായിട്ടാണോ എടുത്തേ എന്ന് ദൊങ്മാനും ചോദിക്കുന്നു. നിന്നെയൊക്കെ ഉണ്ടല്ലോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിനക്ക് ഈ ഐഡിയ എല്ലാം പറഞ്ഞു തരുന്ന ഒരുത്തനില്ലേ, അങ്ങേരെയാണ് എനിക്ക് കിട്ടണ്ടേ. എവിടെ പോയി അങ്ങേരെ ഒളിച്ചിരിക്കുന്നേ എന്നും ചോദിച്ച് അവൾ കോച്ചിനെ തിരയുന്നു. കോച്ചാണെ പമ്മി പമ്മി ഇരിക്കുവാണ്. കോച്ചിനെയും 2 ചീത്ത പറഞ്ഞ ദൊങ്മാനോട് ഞാൻ നിന്നെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കോൾ ചെയ്യും, ആ സമയത്ത് നീ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരണം കേട്ടല്ലോ എന്ന് പറയുന്നു. എന്നാ ദൊങ്മാൻ അല്ല അതിന് റിപ്ലൈ കൊടുക്കുന്നത്. കോച്ച് തലയിട്ട് ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല, ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട ആഹാ എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല എന്ന് കോച്ചിനോട് ചോദിക്കുന്നതും കോച്ച് അതൊന്നുമില്ല, ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ അതത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, നീ അവനെ കൊണ്ടുപോക്കോ, നീ എങ്ങോട്ട് വേണേലോ അവനെ കൊണ്ടുപോക്കോ എന്ന് പറയുന്നു. ആ വീഡിയോ വൈറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തക്സുവിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു പ്രൊഫഷണൽ ഫൈറ്റർ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി എന്ന് പറഞ്ഞാൽ ആളുകൾ മിണ്ടാണ്ടിരിക്കില്ലല്ലോ, അതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കും. എന്നാൽ ഈ സംസാരിക്കുന്നതെല്ലാം തക്സുവിനെ കളിയാക്കിക്കൊണ്ടാണെന്ന് മാത്രം. ഇവിടെ ഇത്ര വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയിലാണോ നീ ഹെയർ കളർ ചേഞ്ച് ചെയ്യാൻ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അവന്റെ കോച്ച് അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്നാ തക്സു കൂളായി ഇന്നൊരു ഇന്റർവ്യൂ നടക്കുന്നില്ലേ, എല്ലാ പ്രശ്നത്തിനും ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം എന്നാണ് റിപ്ലൈ കൊടുക്കുന്നത്. ഈ സമയത്താണ് തക്സുവിന്റെ മാനേജർ അവനുള്ള കോഫിയും കൊണ്ട് വരുന്നത്. ആ കോഫിക്ക് താങ്ക്സ് പറയുന്നതിന് പകരം അതിന്റെ ബ്രാൻഡ് ശരിയല്ല, ടെമ്പറേച്ചർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് തക്സു മാനേജറെ ചീത്ത പറയുവാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. തക്സു അവന്റെ മാനേജറെ റെസ്പെക്ട് ചെയ്യാറേ ഇല്ല. മുതിർന്നതാണെന്ന് പോലും നോക്കാതെ മാനേജറെ കളിയാക്കലും വഴക്ക് പറയലും ഒക്കെ തക്സുവിന്റെ ഹോബി. അതുകൊണ്ട് തന്നെ മാനേജറിന് തക്സുവിനെ അങ്ങനെ ഇഷ്ടമല്ല. ഇപ്പൊ കുറച്ച് സമയത്തിന് ശേഷം തക്സു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം. ആ ഇന്റർവ്യൂ നടക്കുവാണ്. സ്വാഭാവികമായും ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ആ വീഡിയോയെ കുറിച്ച് തക്സുവിനോട് ചോദിക്കുന്നു. തക്സു, ഇതുപോലെ തെരുവിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അവനെ പോലുള്ളവന്മാർക്കൊക്കെ പബ്ലിസിറ്റി വേണം, അതുകൊണ്ടാണ് എന്നെ പോലെ ഒരു സെലിബ്രിറ്റിയെ വന്ന് തല്ലിയേ. അതുപോലെ ഒരുത്തിന് വേണ്ടി ഞാനെന്തിനെ എന്റെ സമയം കളയുന്നേ? ഞാനൊരു പ്രൊഫഷണൽ ഫൈറ്റർ ആണ്. ഇതുപോലെ തെരുവിൽ കിടന്ന് തല്ലുണ്ടാക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അവനെ കൊണ്ട് പറ്റുവാണെങ്കിൽ അവൻ റിംഗിലേക്ക് വരട്ടെ, ഒരു സെക്കൻഡ് പോലും വേണ്ടി വരില്ല എനിക്ക് അവനെ നോക്കൗട്ട് ചെയ്യാനായിട്ട് എന്നൊക്കെ ദൊങ്മാനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ദൊങ്മാൻ തന്റെ ടൈം അർഹിക്കുന്നില്ല എന്ന പോലെ സംസാരിക്കുന്നു. ഈ ഇന്റർവ്യൂ കണ്ട ദൊങ്മാന് തക്സു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നന്നായി ദേഷ്യം വരുന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു ടൂർണമെന്റ് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. സോ അവൻ നേരെ കോച്ചിന്റെ അടുത്ത് പോയി ഞാൻ ആ ടൂർണമെന്റിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. കോച്ച് സമ്മതിക്കുന്നില്ല. നീ മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് 10 വർഷമായി, അതുകൊണ്ട് തന്നെ വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഈ വർഷം നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അടുത്ത വർഷം മുതൽ നമുക്ക് ഫൈറ്റിംഗിലേക്ക് ഇറങ്ങാം എന്ന് പറയുന്നു. എന്നാ ദൊങ്മാൻ അതൊന്നും തലയിലേക്ക് കയറുന്നില്ല. തക്സുവിനെ അടിച്ചിടാൻ വേണ്ടി എനിക്ക് ഒരു വർഷത്തെ പ്രാക്ടീസിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ദേഷ്യത്തോടെ അവൻ പറയുന്നത്. എന്നാ കോച്ച് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ആള് ഞാനാണ് നിന്റെ കോച്ച്, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വേണം നീ കേൾക്കാൻ. ഇനി ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല, നീ പോയി പ്രാക്ടീസ് ചെയ്യേ എന്ന് പറഞ്ഞ് ദൊങ്മാനോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു. അവൻ ആദ്യം വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ച് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സമയത്താണ് തക്സുവിന്റെ മാനേജറെ അവൻ കാണുന്നത്. അങ്ങേര് ദൊങ്മാനെയും അന്വേഷിച്ചു വന്നതായിരുന്നു. ഇതിപ്പാരാ, ഇയാളെന്താ ഇവിടെ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന ദൊങ്മാനോട് ഞാൻ തക്സുവിന്റെ മാനേജറാണ് എന്ന് പറഞ്ഞ് അങ്ങേര് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങേര് ഇത്ര കാര്യമായിട്ട് അങ്ങോട്ടേക്ക് വന്നത് എന്തിനാന്ന് വെച്ചാൽ ദൊങ്മാനോടും അവന്റെ കോച്ചിനോടും ഒരു ഡീലിനെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ. കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ടൂർണമെന്റിൽ ദൊങ്മാനോട് പങ്കെടുക്കാൻ പറയാൻ വേണ്ടി വന്നതാണ്. ഈ ടൂർണമെന്റിൽ നീ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തക്സുവിന് ഒരു ഭയം വരും. ആ ഭയം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് മാച്ചിൽ നിനക്ക് അവനെ ഈസി ആയിട്ട് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന്
പറയുന്നു. കോച്ച് അത് ശരി, നീ എന്തിനാ ഇപ്പൊ ഞങ്ങൾക്ക് ഉപകാരമുള്ളതുപോലെ സംസാരിക്കുന്നത്? തക്സുവിനെ നീ എന്തിനാ തോൽപ്പിക്കാൻ നോക്കുന്നത് എന്ന് മാനേജറോട് ചോദിക്കുന്നു. പേരിൽ മാത്രമാണ് ഞാൻ അവന്റെ മാനേജർ. എത്ര മോശമായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും മോശമായിട്ടാണ് അവൻ എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അവനെതിരെ പ്രതികാരം ചെയ്യാനായിട്ട് ഇതിലും നല്ല വഴി ഞാൻ കാണുന്നില്ല എന്ന് മാനേജർ പറയുമ്പോഴാണ് ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു പരിപാടിയും കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന കാര്യം കോച്ചിനും ദോങ്മാനും മനസ്സിലാവുന്നത്. കൂടെ തന്നെ മാനേജർ ഫൈറ്റിംഗിലേക്ക് ദോങ്മാൻ തിരിച്ചു വരാൻ സമയം എടുക്കുന്നതിനനുസരിച്ച് തക്സുവിന്റെ പവർ കൂടിക്കൊണ്ടിരിക്കുവാണ്. അതായത് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ കമ്പനികൾ പോലും ദോങ്മാനെ ആക്സെപ്റ്റ് ചെയ്യാത്ത അവസ്ഥയിലാക്കാൻ തക്സുവിന് സാധിക്കും എന്നും പറയുന്നു. ഇവിടെ വിഷയം എന്താന്ന് വെച്ചാൽ ടൂർണമെന്റ് നടക്കാൻ ദിവസങ്ങളൊന്നും ബാക്കിയില്ല കേട്ടോ. നാളെയാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ദോങ്മാനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ കോച്ചിന് നല്ല സംശയവും ഉണ്ട്. ഇപ്പൊ ഒരു ആവേശത്തിന് യെസ് പറഞ്ഞ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോച്ച് അതിന് സമ്മതിക്കുന്നില്ല. കൂടെ തന്നെ പിന്നെ നിന്നെ പോലെയുള്ളവന്മാരെ ഒന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അവനെതിരെ പ്രതികാരം ചെയ്യാനായിട്ട് ഇന്ന് നീ ഇങ്ങോട്ടേക്ക് വന്നു, ഇനി നാളെ ഇവനെതിരെ പ്രതികാരം ചെയ്യാനാണ് തോന്നുന്നതെങ്കിലോ നീ വേറെ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നാളത്തെ ടൂർണമെന്റിൽ ദോങ്മാൻ പങ്കെടുക്കത്തുമില്ല എന്ന് വ്യക്തമായി പറഞ്ഞ് അവിടുന്ന് പോകുന്നു. കോച്ച് അവിടുന്ന് പോയിട്ടുണ്ട്. എന്നാൽ ദോങ്മാൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. മാനേജർ ദോങ്മാനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങുവാണ്. നീ ഇപ്പൊ ഫൈറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ, പിന്നെ നിനക്ക് അവനെ ഭയക്കേണ്ട ഒരു ആവശ്യവും വരത്തില്ല, അവന് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ദോങ്മാനും അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഏറെ അവള് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് ദോങ്മാന് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത്ര കാര്യമായിട്ട് അവൾ അവനെ വിളിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവന് വേണ്ടി അവിടെ ഒരു സെക്യൂരിറ്റി ജോബ് ഏറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ദോങ്മാൻ അങ്ങോട്ടേക്ക് ചെന്നാൽ മാത്രം മതി ആ ജോലി അവനുള്ളതാണ്. അതുകൊണ്ടാണ് ഏറെ അവനെ ഇത്ര കാര്യമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ആ മോളിലുള്ള ഒരു സ്റ്റോറിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാച്ച് കാണാതായിട്ടുണ്ട്. അത് എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മാനേജറും സെക്യൂരിറ്റി ഹെഡും CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിൽ ഒരു ലേഡിയെ കണ്ട് അവർക്ക് സംശയം തോന്നുന്നു. ഈ ലേഡി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഏറെ വിളിച്ചതുകൊണ്ട് തന്നെ ദോങ്മാൻ അങ്ങോട്ടേക്ക് വരാതിരിക്കില്ലല്ലോ. ദോങ്മാൻ അവളോട് നീ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി സെക്യൂരിറ്റി ജോബ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്യേ എന്ന് ഏറെ പറയുന്നു. ദോങ്മാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ നിന്നോട് 2-3 തവണ പറഞ്ഞില്ലേ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുവാണെന്ന് എന്ന് ചോദിക്കുന്നു. ഏറെയാണെ അത് കേൾക്കുന്നതും വേണ്ട അതിന് പോണ്ടാന്ന് പറയുന്നത് കേട്ട് ദോങ്മാൻ നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം എന്ന് എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യാൻ പാടില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നതും എന്ന് പറയുന്നു. ഇവൻ ഇതെന്തോന്ന് ഞാൻ പറയുന്നത് എന്താ ഇവന് മനസ്സിലാവാത്തെ? എന്നേറെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് CCTVയിൽ വാച്ച് കട്ടെടുത്തൊരു ലേഡിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ലേഡി അവളെ പാസ് ചെയ്ത് പോകുന്നത്. അവരെങ്ങാനും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കിട്ടത്തില്ലല്ലോ. സോ ഏറെ നേരെ അവരുടെ പുറകെ പോയി മാം നിങ്ങൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ, എന്തെങ്കിലും പേ ചെയ്യാൻ മറന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ലേഡിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവുന്നില്ല. നീ എന്തിനാ ഇപ്പൊ എന്റെ മുന്നിൽ കയറി നിൽക്കുന്നേ, മര്യാദയ്ക്ക് മാറാൻ നോക്ക് എന്ന് പറഞ്ഞ് അവളെ ചീത്ത പറയുന്നു. ഏറെ അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ അറിയാതെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ പേ ചെയ്യണം, അത് വേണ്ടാന്നാണെങ്കിൽ അതിവിടെ വെച്ചിട്ട് പോകണം എന്ന് പറയുന്നു. അത് കേൾക്കുന്നതും ആ ലേഡി തന്റെ ബാഗിൽ ഇരുന്ന എല്ലാ സാധനങ്ങളും താഴേക്ക് കൊട്ടുവാണ്. കൂടെ തന്നെ നിനക്ക് അത്രയ്ക്ക് ഡൗട്ട് ആണെങ്കിൽ ഇതെല്ലാം നീ തന്നെ ചെക്ക് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ വഴക്ക് പറയുകയും ചെയ്യുന്നു. ആ തിങ്സിന്റെ ഇടയിൽ അവൾ ഉദ്ദേശിക്കുന്ന വാച്ച് ഇല്ല എന്നുള്ളത് കണ്ട് അയ്യോ ഇത് എനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് തോന്നുന്നു എന്ന് ചിന്തിച്ച് ഏറെ ഓരോ തിങ്സും ആ ബാഗിലേക്ക് തന്നെ എടുത്തിട്ടോണ്ടിരിക്കുവാണ്. എന്നാ പെട്ടെന്ന് ആ ലേഡി നീ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന വാച്ച് നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്നത് വേറെ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് വാച്ചാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായേ എന്ന് ചോദിക്കുന്നു. ആ ലേഡി ഒന്ന് പതറിക്കൊണ്ട് അത് ശരി നീ എന്നെ സംശയിച്ചുകൊണ്ടിരിക്കുവാണോ, ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക് എന്ന് ചോദിച്ച് ഏറെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും വഴക്ക് പറയുന്നു. തന്റെ ഹാറ്റും പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നതും. ഇത് കേട്ട് ഏറെ ചുമ്മാതിരിക്കോ, അവൾ ആ ഹാറ്റ് പിടിച്ചു വലിക്കുന്നു, വാച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അവൾ ഇത്ര ബോൾഡായി ആ വാച്ച് കണ്ടുപിടിച്ചത് കണ്ട് ദോങ്മാനും ഒരുപാട് അഭിമാനത്തോടെ സ്മൈൽ ചെയ്യുന്നു. കാണാതെ പോയൊരു വാച്ച്, അതായത് ഒരാൾ കട്ടെടുക്കാൻ ശ്രമിച്ച വാച്ച് ഏറെ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അവളെ എല്ലാവരും അഭിനന്ദിക്കുമായിരിക്കും എന്നൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുക. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഏറെ ഇപ്പൊ ചീത്ത കേട്ടോണ്ടിരിക്കുവാണ്. എന്തുകൊണ്ടാണ് ഈ ചീത്ത കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ ലേഡി ഇവരുടെ VIP കസ്റ്റമർ ആണ്. ഒരുപാട് പണം അവർ ഈ സ്റ്റോറിൽ ചിലവഴിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലൊരു കസ്റ്റമറെ അപമാനപ്പെടുത്തിയതിനാണ് മാനേജർ ഏറെ വഴക്ക് പറയുന്നത്. ഇത് ദോങ്മാനും കേൾക്കുന്നുണ്ട്. അവൻ തെറ്റ് ചെയ്തത് ഈ ലേഡിയാണ്, ഈ വാച്ച് കട്ടെടുത്തതും ലേഡിയാണ്. ഏറെ ആ വാച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അവളെ അഭിനന്ദിക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനാ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. ഏറെ അവനോട് നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം എടുത്ത് തലയിൽ വെക്കുന്നേ, നിന്റെ മുന്നിൽ നാണം കെട്ടി നിൽക്കാൻ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല, നീ ഇവിടെ തന്നെ നിൽക്ക് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏറെയും മാനേജറും ആ ലേഡിയും സംസാരിക്കുവാണ്. ഞാൻ കാരണം ഏറെയുടെ ജോലി നഷ്ടപ്പെടരുതെന്ന് കരുതി ദോങ്മാൻ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ലേഡി ഞാൻ ആ വാച്ച് എന്റെ ഹസ്ബൻഡിന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തിട്ട് പോയത്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ
വന്നത് പേ ചെയ്യുമായിരുന്നു. ആ എന്നെയാണ് നിങ്ങൾ അത്രയും പേരുടെ മുന്നിൽ കള്ളത്തിയെന്നും പറഞ്ഞ് നാണം കെടുത്തിയത്. ഞാൻ ആരാണ് എവിടുന്നാണ് വരുന്നതെന്നൊന്നും അറിയാതെയാണ് നിങ്ങൾ എന്നോട് പ്രശ്നം ഉണ്ടാക്കിയത്. ഒരൊറ്റ ഫോൺ കോൾ മാത്രം മതി ഈ സ്റ്റോർ തന്നെ അടച്ചുപൂട്ടാൻ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ അഹങ്കാരത്തോടെ പറയുന്നത് കേട്ട് ഏറ പണം അടയ്ക്കുമെന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനത് ആരും കാണാതെ എടുത്തിട്ട് പോയേ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യം ലേഡിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. ഇവൾ എന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഒത്തുതീർപ്പാവത്തുള്ളൂ. എന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം ഈ സ്റ്റോറിലേക്ക് വരരുതെന്ന് പറയും. ഞങ്ങളെ പോലുള്ള VIP കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടല്ല ഈ സ്റ്റോർ ഇത്ര നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വരാതിരുന്ന ഈ സ്റ്റോർ എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും മാനേജർ ആകെ ടെൻഷനായ ഏറയോട് ഒരു സോറി അല്ല, നീ ആ സോറി അങ്ങ് പറഞ്ഞേക്ക്, അതോടുകൂടെ ഈ പ്രശ്നം അങ്ങ് തീരട്ടെ, അല്ലെങ്കിൽ ഇത് നമ്മളെ എല്ലാവരെയും ബാധിക്കും എന്ന് പറഞ്ഞ് സോറി പറയാൻ വേണ്ടി അവളെ നിർബന്ധിക്കുന്നു. ഏറയ്ക്ക് നന്നായിട്ട് വിഷമം വരുന്നുണ്ട്. അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എങ്കിലും അവള് കാരണം ആർക്കും പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതി ഏറെ അവരോട് സോറി പറയുന്നു. എന്നാൽ ലേഡി ആ സോറി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവള് ചെയ്ത കാര്യങ്ങൾക്ക് ഇതുപോലെ സോറി പറഞ്ഞാൽ പോരാ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അവര് മൂന്നുപേരും വെളിയിലേക്ക് വരുന്നത്. അവിടെ ഏറെയെ വെയിറ്റ് ചെയ്ത് ദൊങ്മാനും നിൽക്കുന്നുണ്ട്. ദൊങ്മാൻ അവളെ നോക്കുമ്പോ ഏറെ അവന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, താഴേക്കാണ് നോക്കുന്നത്. അവളുടെ രണ്ട് മുട്ടിലും എന്തോ പാടും ഉണ്ട്. അപ്പോഴാണ് ഇത്രയും നേരം മുട്ടുകുത്തിയിരുന്നുകൊണ്ടാണ് ഏറെ അവരോട് സോറി പറഞ്ഞത് എന്ന കാര്യം ദൊങ്മാന് മനസ്സിലാവുന്നത്. അവന് നന്നായി ദേഷ്യം വരുന്നു. പിന്നെ ഒന്നും നോക്കുന്നില്ല, ഏറയുടെ ഹാറ്റും എടുത്ത് വലിച്ചെറിഞ്ഞ് ഇതുപോലൊരു ജോലി ചെയ്യേണ്ട ആവശ്യം ഏറക്കില്ല, ഇവൾ ഇനി മുതൽ ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് മാനേജറെയും ലേഡിയെയും നന്നായി ചീത്ത പറഞ്ഞ് ഏറയുടെ കൈയും പിടിച്ച് അവൻ അവിടുന്ന് പോകുന്നു. ഏറയ്ക്കാണെങ്കിൽ സംഭവിച്ച കാര്യമല്ല ഓർത്ത് കരച്ചിൽ വരുന്നുണ്ട്. എന്നാൽ അത് കൺട്രോൾ ചെയ്ത് ദൊങ്മാനോട് നീ എന്തിനു ഒരു കാര്യവും ഇല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയ, ഇത് ആർക്കും അറിയില്ലായിരുന്നല്ലോ, ആർക്കും അറിയാത്ത രീതിയിൽ ഞാനും ഇത് മറച്ചു വെച്ചേനെ. ഇപ്പൊ നോക്ക്, നീ ഇത് വലിയൊരു വിഷയമാക്കിയില്ലേ, ഇതെല്ലാവരും അറിയില്ലേ, ഇനി തിരിച്ചു പോയി എന്റെ ലോക്കറിൽ നിന്ന് സാധനങ്ങളൊക്കെ ഞാൻ എങ്ങനെ എടുത്തോണ്ട് വരിക, എല്ലാവരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കാനാ എന്നെല്ലാം പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് ഏറെ കരയുന്നു. ഏറെ കരയുന്നത് ദൊങ്മാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ദൊങ്മാൻ അവളെ ഹഗ് ചെയ്ത് സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവര് രണ്ടുപേരും പോയി കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം മൂബിൻ ഏറെ വർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വരുന്നു. അവള് ജോലിയിൽ നിന്നും പോയി എന്ന കാര്യം അപ്പോഴാണ് മൂബിൻ അറിയുന്നത്. എന്തായാലും ദൊങ്മാന്റെ ഹെൽപ്പോട് കൂടെ ലോക്കറിൽ നിന്നും തന്റെ തിങ്സ് ഒക്കെ എടുത്തതിന് ശേഷം ഏറെയും ദൊങ്മാനും തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ബിൽഡിംഗ് ഓണർ റെന്റ് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഏറെ മെസ്സേജ് വായിച്ച് ദൊങ്മാനോട് ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും ജോലിയില്ലല്ലോ, ഇനി നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് തെരുവിലേക്ക് ഇറങ്ങാട്ടോ, നിനക്ക് ജോലി വാങ്ങിത്തരാൻ നോക്കിയിട്ട് ഇപ്പൊ എന്റെ ജോലിയാ പോയെ എന്നവള് പറയുന്നു. ദൊങ്മാൻ, നീ ഒരിക്കലും ജോലി ഇല്ലാതെ നടക്കേണ്ട അവസ്ഥ വരില്ല, നിനക്കൊരു പ്രൊഫഷണൽ ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതെന്താണാവോ അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി എന്ന് ഏറെ ചോദിക്കുന്നു. സ്പോർട്സ് മാനേജർ ആയിട്ട്, അതായത് നീ എന്റെ മാനേജർ ആവാൻ പോകുവാണ്, റെക്കമെൻഡേഷൻ ഒക്കെ വേണം ഈ ജോലി കിട്ടാനായിട്ട്, ഈ ജോലി ഞാൻ നിനക്ക് തരാൻ പോകുക എന്ന് ദൊങ്മാൻ പറയുന്നതും ഏറെ അവന്റെ ചെവിയിൽ നല്ല വ്യക്തമായിട്ട് തന്നെ തെറിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കിട്ടേണ്ടത് കിട്ടുന്നതും ദൊങ്മാൻ വായടയ്ക്കുന്നു. ഇവിടെ ഇതേ സമയം ജൂമാന്റെ ഫോണിലേക്ക് തുരുതുരെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് സോളി കാണുന്നുണ്ട്. അവൾ അത് എടുത്തു നോക്കുന്നു. അത്രയും മെസ്സേജ് അയച്ചിരിക്കുന്നത് ജൂമാന് ഇഷ്ടമുള്ള ഇന്റേണില്ലേ അവളാണ്. ഈ സാറ്റർഡേ നിങ്ങൾ ഫ്രീ ആയിരിക്കോ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവൾ അത്രയും മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആ മെസ്സേജ് കാണുന്ന സോളി ജൂമാൻ അങ്ങോട്ടേക്ക് വരുന്ന സൗണ്ട് കേൾക്കുന്നതും ഒന്നും അറിയാത്തതുപോലെ ആക്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അവൻ വന്നപാടെ ഫോൺ എടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സോളി ഈ വരുന്ന സാറ്റർഡേ നീ ഫ്രീ ആയിരിക്കോ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിക്കുന്നു. അവൾ ഒരുപാട് ടെൻഷനായി കള്ളം പറയല്ലേ, പ്ലീസ് പ്ലീസ് എന്നോട് കള്ളം പറയല്ലേ എന്ന് ഒത്തിരി തവണ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ജൂമാന്റെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അയ്യോ ഈ സാറ്റർഡേ വേണ്ട, നമുക്ക് വേറൊരു ദിവസം പോയാലോ, എന്റെ ടീമിലുള്ള ഒരാൾ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ജൂമാൻ പറയുമ്പോഴാണ് സോളിക്ക് അവളുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത് പോലും. അവൻ കള്ളം പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുന്നതും അവൾക്ക് സമാധാനമാവുകയാണ്. എന്നാൽ ആ സമാധാനത്തിന് അധിക നേരത്തെ ആയുസുണ്ടായിരുന്നില്ല. ജൂമാൻ എല്ലാ സത്യവും പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവസാനം ആ പെണ്ണിന്റെ പേരിന്റെ പകരം ഒരു പയ്യന്റെ പേരാണ് പറയുന്നത്. അത് കേൾക്കുന്നതും സോളി ഒരുപാട് അപ്സെറ്റ് ആവുന്നു. ജൂമാൻ എല്ലാ കാര്യവും അവളോട് പറയാറുണ്ട്, എന്ന ഈ കാര്യം മാത്രം എന്തിനാ മറച്ചു വെക്കുന്നത് എന്നാണ് അവള് ചിന്തിക്കുന്നത്. അവക്ക് അവളുടെ എല്ലാ സമാധാനവും ഇല്ലാതാവുകയാണ്. രാത്രി ഉറക്കം പോലും ഇല്ലാതെ ഇന്റേണിന്റെ ഇൻസ്റ്റാ പേജും അവള് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് സോളി ഏറയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഇന്ന് ഏറയ്ക്ക് മൂബിന്റെ കൂടെ ഡേറ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര കാര്യമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുങ്ങുന്നു എന്ന് മാത്രമല്ല ഏതാണും വീഴുന്ന ട്രിക്കാണെന്നും പറഞ്ഞ് സോളി ഏറയ്ക്ക് ഒരു ട്രിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മൂബിനെ വീഴ്ത്താൻ വേണ്ടി അത് അവളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കോപ്രായങ്ങളെല്ലാം ദൊങ്മാനും ജൂമാനും കാണുകയും ചെയ്യുന്നുണ്ട്. ഏറെ മൂബിനെ കാണാൻ പോകുവാണെന്ന കാര്യം ദൊങ്മാന് തീരെ ഇഷ്ടാവുന്നില്ല. ദൊങ്മാൻ, നീ രാത്രി 7 മണി ആവുന്നതിന് മുന്നേ വീട്ടിലേക്ക് വന്നോണം. 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, ഞാൻ നേരെ നിന്റെ അച്ഛന് കോൾ ചെയ്യും, നീ ചെയ്യുന്ന എല്ലാ ചെറ്റത്തരവും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഏറെയാണേൽ ഇത് കേട്ട് പേടിക്കുന്നതിന് പകരം നിനക്കിപ്പോ എന്താ, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഭരിക്കാൻ വരുന്നത്, കുഞ്ഞനാൾ തൊട്ട് എന്റെ ബാഗ് എടുത്ത് നടന്നതും എന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയതൊക്കെ നീ മറന്നുപോയോ, നിനക്കിപ്പോ എന്നെ തീരെ പേടിയില്ലാണ്ടായിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഏറെ റെഡിയായി താഴേക്ക് വരുന്നു. ഈ സമയത്ത് ആ ബിൽഡിങ്ങിന്റെ ഓണറില്ലേ അവരവിടെ
ഉണ്ടായിരുന്നു കേട്ടോ. അവരേറയോട് സംസാരിക്കുന്നു. ഏറെ ആദ്യമായിട്ടാണ് ഓണറെ നേരിട്ട് കാണുന്നത്. ഓണർ, ഞാൻ ഇന്നലെ റെന്റിന്റെ കാര്യം പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഈ മാസം കുറച്ച് ടൈറ്റ് ആണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ, മാസാവസാനം ആകുമ്പോഴേക്ക് തന്നോളാം എന്ന് പറഞ്ഞ് ഏറെ അത് മാനേജ് ചെയ്യുന്നു. അതിനുശേഷമാണ് തന്നെ പിക്ക് ചെയ്യാൻ വന്ന മൂബിന്റെ അടുത്തേക്ക് ഏറെ ചെല്ലുന്നത്. അവൻ ഏറയ്ക്ക് വേണ്ടി ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട്, സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മുകളിൽ നിന്ന് ഒരാൾ കാണുകയും ചെയ്യുന്നുണ്ട്. ആ ഒരാൾ ദൊങ്മാനാണ് കേട്ടോ. അവൻ മൂബിന്റെ എല്ലാ നീക്കവും വളരെ സൂക്ഷ്മതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഇതേ സമയം ജൂമാൻ ആ പെണ്ണ് മെസ്സേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. സോളിക്കാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരെയും ചെയ്യുന്നുണ്ട്. അവൻ ആ മെസ്സേജ് ആണെങ്കിൽ എടുത്തു നോക്കുകയും ചെയ്യുന്നില്ല. സോളി, നിന്റെ ടീമിലെ ആ പയ്യനായിരിക്കും അല്ലേ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ എന്തിനാ നിന്നെ ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പക്ഷെ നീ ടെൻഷൻ ആവണ്ട, അവനോട് ഞാൻ തന്നെ സംസാരിച്ചോളാം, അതിനുശേഷം അവൻ നിനക്ക് മെസ്സേജ് അയക്കില്ല എന്ന് പറയുന്നു. ജൂമാനെങ്ങാൻ അവളെ ചീറ്റ് ചെയ്യുവാണോ എന്ന ചിന്തയാണ് സോളിക്കുള്ളത്. പക്ഷെ സത്യത്തിൽ അത് അങ്ങനെ അല്ലാട്ടോ. ജൂമാൻ ആ ഇന്റേണിനോട് നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓഫീസിൽ വന്നതിന് ശേഷം എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തന്നോളാം, പക്ഷെ ഇതുപോലെ ഓരോ മെസ്സേജ് അയച്ച് എന്നെ ഓരോ സ്ഥലത്തേക്ക് ഇൻവൈറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നാ ഇന്റേൺ ജൂമാൻ ഗേൾ ഫ്രണ്ട് ഇല്ലാന്ന് വിചാരിച്ച് കൂടുതൽ അവനോട് അടുക്കാനാണ് നോക്കുന്നത്. സോളിയാണെ ജൂമാൻ ഇന്റേണിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. എന്നാൽ ഇന്റേൺ എങ്ങനെയാണ് ജൂമാനോട് പെരുമാറുന്നത് എന്ന് കാണുന്നുണ്ട്. അത് കാണുന്നതും അവക്ക് ഒന്നുകൂടെ ഹേർട്ട് ആവുകയാണ്. ഇപ്പൊ സോളി ജൂമാൻ വേറൊരു പയ്യന്റെ കൂടെയാണ് സാറ്റർഡേ പുറത്തു പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവനോട് സംസാരിക്കുന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് സോളി ഇതുപോലെ വന്ന് സംസാരിക്കുന്നത് കണ്ട് ഇതിപ്പോ എന്താ സംഭവം, ഇവളെന്തിനാ എന്നോട് സംസാരിക്കുന്നേ എന്ന സംശയത്തിൽ നിൽക്കുവാണ്. എങ്കിലും സോളിയോട് സംസാരിക്കാൻ അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ജൂമാനാണെങ്കിൽ ആകെ ടെൻഷനായി അവരുടെ ഇടയിലേക്ക് പോകുവാണ്. ഇന്റേൺ അവനോട്, സർ നമുക്ക് ഈ സാറ്റർഡേ മീറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓ അതിനെന്താ മീറ്റ് ചെയ്യാലോ എന്ന് ജൂമാനും പറയുന്നു. അയ്യോ അതല്ല, മറ്റേ ഗേളുമായിട്ട് സാർ സാറ്റർഡേ പുറത്തു പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചേ എന്നവൻ പറയുന്നതും ജൂമാന്റെ ജീവനാണ് പോകുന്നത്. കാരണം സോളി ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാന്ന് ജൂമാന് യാതൊരു ഐഡിയയും ഇല്ല. ഇവിടെ മൂബിനാണെങ്കിൽ ഏറെ ഒരു വലിയ റെസ്റ്റോറന്റിലേക്കാണ് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്. അവിടുത്തെ ഫുഡിന്റെ പ്രൈസ് കണ്ട് ഏറെയുടെ കണ്ണ് തള്ളുന്നുണ്ട്. എങ്കിലും ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കാൻ അവക്ക് വലിയ താല്പര്യമില്ല. സോ അവള്, ഇന്ന് വേണമെങ്കിൽ ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുന്നു. മൂബിൻ, അതിന്റെ ആവശ്യമില്ല, ഇവിടുത്തെ ഫുഡ് നല്ല എക്സ്പെൻസീവ് ആണ്, നീ എനിക്ക് പിന്നീട് ഒരു ദിവസം വേറെ എന്തെങ്കിലും വാങ്ങി തന്നാ മതി എന്ന് പറയുന്നു. എന്റെ കയ്യിൽ പണമൊന്നുമില്ല, ഫിനാൻഷ്യലി ഡൗൺ ആണെന്നാണോ ഇവൻ ചിന്തിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് ഏറെ അത് കേട്ട് ചിന്തിക്കുന്നത്. അവക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന കാര്യം മൂബിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ അവൻ, നീ എന്റെ കൂടെ ഒട്ടും കംഫർട്ടബിൾ അല്ല അല്ലേ, ഞാൻ പേ ചെയ്ത ഫുഡ് കഴിക്കാൻ മടിയുള്ളത് കൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? ഡോഗ്മാന്റെ കൂടെ നിനക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അവന്റെ കൂടെ നീ ഫ്രീ ആണല്ലോ, അതിന്റെ 1% പോലും നീ എന്റെ കൂടെ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, നീ അവന്റെ കൂടെ സംസാരിക്കുന്നതും സമയം ചെലവഴിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, നിനക്ക് ചുമ്മാ തോന്നുന്നതായിരിക്കും എന്നാണ് ഏറെ അതിന് റിപ്ലൈ കൊടുക്കുന്നത്. നിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്നാണ് മൂബിൻ അടുത്തതായിട്ട് ചോദിക്കുന്നത്. അവൾ ആ ജോബ് ഉപേക്ഷിച്ച കാര്യം പറയുമായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് മൂബിൻ ആ കാര്യം ചോദിക്കുന്നത്. എന്നാൽ അവന്റെ പ്രതീക്ഷകളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നേറെ കള്ളം പറയുവാണ് ചെയ്യുന്നത്. അവൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂബിൻ ഏറയോട് അവളുടെ അമ്മയുടെ കാര്യം ചോദിക്കുന്നത്. ആ ഒരു ചോദ്യം കേൾക്കുന്നതും അത്രയും നേരം കൂളായിട്ട് സംസാരിച്ച ഏറയുടെ മുഖമേ മാറിപ്പോകുവാണ്. അവക്ക് ആ ഒരു ചോദ്യത്തിന് എന്ത് ആൻസർ കൊടുക്കണം എന്ന് അറിയുന്നില്ല, ഏത് രീതിയിലാണ് ആ ചോദ്യത്തിന് ഫേസ് ചെയ്യേണ്ടത് എന്നും അറിയുന്നില്ല. എങ്കിലും എല്ലാ അമ്മമാരെയും പോലെ തന്നെയാ, വഴക്ക് പറയുകയും ചെയ്യും, സ്നേഹിക്കുകയും ചെയ്യും എന്നെങ്ങനെയോ പറഞ്ഞൊപ്പിച്ച് വാഷ്റൂമിലേക്ക് വരുവാണ് അവൾ ചെയ്യുന്നത്. അവളാകെ അപ്സെറ്റ് ആവുന്നു. മൂബിൻ എത്ര തന്നെ ട്രൈ ചെയ്തിട്ടും അവനോട് ഒരു കാര്യവും കംഫർട്ടബിൾ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന കാര്യം അവൾ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ജൂമാനും സോളിക്കും ഇടയിലാണെങ്കിൽ വലിയൊരു അടി തന്നെ നടന്നുകൊണ്ടിരിക്കുവാണ്. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ എന്ന് സോളി ചോദിക്കുന്നു. ജൂമാൻ, ഞാൻ വേണമെന്ന് കരുതി കള്ളം പറഞ്ഞതൊന്നും അല്ല, ഞാനെങ്ങാനും ആ പെണ്ണിന്റെ പേര് പറഞ്ഞ പിന്നെ നീ അതായിരിക്കും ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ ആ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും, നിനക്ക് ചുമ്മാ സ്ട്രെസ് തരണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ ആ കാര്യം മറച്ചു വെച്ചേ എന്ന് പറയുന്നു. നിനക്ക് എന്നോട് സത്യം പറയായിരുന്നല്ലോ, അവള് നിനക്ക് മെസ്സേജ് അയച്ചതോ അല്ലെങ്കിൽ നിന്നെ പുറത്തേക്ക് ഇൻവൈറ്റ് ചെയ്തതോ ഒന്നും അല്ല എനിക്ക് ഹേർട്ടായേ, നീ എന്നോട് കള്ളം പറഞ്ഞതാണ് എനിക്ക് ഹേർട്ടായേ, നീ ഇത്രയും കാലം എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഈ ഒരു കാര്യത്തിൽ നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ എന്ന് ചോദിച്ച് സോളിക്കരയാൻ തുടങ്ങുവാണ്. സത്യമായിട്ടും ഇനി ഒരിക്കലും ഇതുപോലെ സംഭവിക്കില്ല എന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ജൂമാൻ അവളെ കംഫർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ദൊങ്മാനാണെ തക്സുവിനോടുള്ള ദേഷ്യം കൂടി കൂടി വട്ടായിരിക്കുവാണെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ കോച്ച് അത്രയും പറഞ്ഞിട്ട് കേൾക്കാതെ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് തക്സുവിന്റെ മാനേജറെ വിളിച്ച് പറയുന്നു. അതും പോരാത്തതിന് ഏറെക്കും മെസ്സേജ് അയച്ച് വരാൻ പറയുന്നുണ്ട്. എന്റെ മാനേജർ അല്ലേ നീ, 10 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുവാണ്, സോ കറക്റ്റ് 8 മണിയാകുമ്പോ ഈ സ്ഥലത്തേക്ക് വാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത് കാണുന്നതും ഏറെക്ക് പേടിയാവുകയാണ്. അവള് മൂബിനോട്,
നമുക്ക് ഡേറ്റ് ഇവിടെ വെച്ച് നിർത്തിയാലോ, നമുക്ക് പിന്നീട് ഒരു ദിവസം കണ്ടിന്യൂ ചെയ്യാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ദോങ്മാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നു. തക്സുവിന്റെ മാനേജറിന് പിന്നെ ഏറയ്ക്ക് ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ ദോങ്മാൻ ഫൈറ്റ് ചെയ്യാൻ പോകുവാണ് എന്ന കാര്യം അറിയത്തുള്ളൂ കേട്ടോ. കോച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ കോച്ചിനോട് പറഞ്ഞിട്ടുമില്ല. ആ കൊള്ളാലോ, ഞാൻ പറഞ്ഞപ്പോഴേക്ക് നീ ഇങ്ങോട്ടേക്ക് എത്തിയല്ലോ, നിനക്ക് എന്റെ മേലെ അത്രയ്ക്ക് കെയറിംഗ് ഉണ്ടല്ലേ എന്ന് ദോങ്മാൻ ചോദിക്കുന്നു. അയ്യടാ, നിന്റെ മേലെയുള്ള കെയറിംഗ് കൊണ്ടൊന്നും അല്ല, ഇന്നാണ് നീ 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടും അവസാനമായിട്ടും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഏറെ റിപ്ലൈ കൊടുക്കുന്നത്. ഇതും പറഞ്ഞ് രണ്ടുപേരും എപ്പോഴത്തെയും പോലെ അടിയുണ്ടാക്കി ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. ദോങ്മാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോറിനറുടെ കൂടെയാണ് കേട്ടോ. അയാളെ കണ്ട ഏറ ഇവനെന്താ നിന്നെ വെച്ച് നോക്കുമ്പോ നല്ല ഷോർട്ട് ആണല്ലോ എന്ന് പറയുന്നു. കണ്ടാ തന്നെ അറിഞ്ഞൂടെ, അവനൊക്കെ 5 മിനിറ്റ് കൊണ്ട് തൂക്കി എറിഞ്ഞ് ഞാൻ ഇറങ്ങി വരും എന്ന് പോസിറ്റീവായി പറഞ്ഞുകൊണ്ട് ദോങ്മാൻ റിങ്ങിനുള്ളിലേക്ക് കയറുന്നു. എന്നാൽ റിങ്ങിനുള്ളിലേക്ക് എത്തിയതിനു ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ വിചാരിച്ചതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ദോങ്മാൻ ഒരെണ്ണം അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോഴേക്ക് 10 എണ്ണം തിരിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാനേ പറ്റുന്നില്ല. ഇതുപോലെ ദോങ്മാൻ തല്ല് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഷോക്കായി നോക്കി നിൽക്കാൻ മാത്രമേ ഏറയ്ക്ക് സാധിക്കുന്നുള്ളൂ. അവൻ ഈ കിടന്ന് തല്ല് വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ തക്സുവിന്റെ മാനേജർ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് ഇനിയാണ് കാണിക്കുന്നത്. ദോങ്മാൻ തക്സുവിനെ അടിച്ചത് വൈറലായിട്ടുണ്ടായിരുന്നല്ലോ, ആ ന്യൂസ് മറയ്ക്കാൻ വേണ്ടി ദോങ്മാൻ കിടന്ന് അടി വാങ്ങുന്നതിന്റെ വീഡിയോ വൈറലാക്കാനാണ് ഇവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് തക്സുവിന്റെ മാനേജർ ദോങ്മാനെ ബ്രെയിൻ വാഷ് ചെയ്തതും റിങ്ങിലേക്ക് എത്തിച്ചതും വേണമെന്ന് കരുതി ദോങ്മാൻ അടി വാങ്ങി കൊടുക്കുന്നതും എല്ലാം. ഇതേ സമയം ഇവിടെ അടി വാങ്ങി ദോങ്മാന്റെ ബോധം പോയിട്ടുണ്ട്. ഏറെ റിങ്ങിന് വെളിയിൽ നിന്ന് ദോങ്മാന്റെ പേര് വിളിച്ച് ഒരുപാട് കരയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ എപ്പിസോഡ് തീരുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏറെ അവള് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അത്രയ്ക്ക് നാണം കെടുത്തിയിട്ടുണ്ടെങ്കിൽ അവര് രണ്ടുപേരും ചുമ്മാ ഇറങ്ങി വരുന്നു തോന്നുന്നുണ്ടോ? അതിന് പ്രതികാരം എന്നോണം അവര് രണ്ടുപേരും ഏതാണ്ടൊക്കെയോ ആ ലേഡിയുടെ കാറിലിരുന്ന് വരയ്ക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നതും അവര് രണ്ടുപേരും ജീവനും കൊണ്ട് ഓടുകയും ചെയ്യുന്നു. പിന്നീടാണ് ഇത്ര കാര്യമായിട്ട് അവര് രണ്ടുപേരും എന്താണ് എഴുതി വെച്ചതെന്ന് കാണിക്കുന്നത്. ആ കാറിൽ മുഴുവൻ ലേഡിയെ കള്ളത്തി എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് കണ്ട് ലേഡി ആണെങ്കിൽ ആ ഗാലറി കൂവുന്നുണ്ട്. ഹസ്ബൻഡ് ആണെങ്കിലോ നിന്നെ കൊണ്ട് എങ്ങോട്ട് പോയാലും എനിക്ക് നാണക്കേടാണല്ലോ എന്ന് പറഞ്ഞാൽ ലേഡിയെ പൊതിരെ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് അതുപോലൊരു പണി കൊടുത്ത സന്തോഷത്തിൽ ഏറെയും ദോങ്മാനും ഓടുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.